വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാനാണെങ്കിൽ പുനലൂർ വീട്ടിൽ, അതായത് എൻ്റെ ഏട്ടൻ്റെ വീട് വരെ വന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ സ്കൂൾ തുറക്കുന്നതിന് 2 ദിവസം മുന്നേ വീട് വരെ വന്നതാണ്. നമുക്ക് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവിടുത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അപ്പോൾ രാവിലെ എഴുന്നേക്കാൻ ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടോ. അപ്പോൾ ചേച്ചി ഞങ്ങളൊക്കെ എഴുന്നേറ്റ് വന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ രാവിലെ അമ്മ ചായ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഗോതമ്പ് കഞ്ഞിയാണ് കേട്ടോ. ഗോതമ്പ് കഞ്ഞി എന്ന് വെച്ചാൽ നമ്മുടെ സൂചി ഗോതമ്പ് ഇല്ലേ, നമ്മുടെ എന്താ പറയുക ഞുറുക്ക് ഗോതമ്പ്, അത് വെച്ചിട്ടുള്ള കഞ്ഞിയായിരുന്നു കേട്ടോ, തേങ്ങയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ കുറേ നാളായി കഞ്ഞി കുടിച്ചിട്ട് കേട്ടോ. അപ്പോൾ അമ്മയുടെ സ്പെഷ്യൽ കുറച്ച് ഇതുപോലെ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നേരത്തെ വീട്ടിൽ പറഞ്ഞ പോലെ ഗോതമ്പിൻ്റെ കുറുക്ക്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ രാവിലെ കഞ്ഞികൂടിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ലച്ചുമ്മയ്ക്കും ഞാൻ കുറച്ച് കഞ്ഞിയൊക്കെ വാരി കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് തുണി കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസമാണ്, ഇന്നലെയാണ് വന്നത്. അപ്പോൾ നമ്മൾ പിറ്റേന്ന് രാവിലെ മുതലുള്ള വീഡിയോ ആണ് എടുക്കുന്നത് കേട്ടോ. പിറ്റേന്ന് രാവിലത്തതും പിന്നെ വന്നിട്ട് ഞങ്ങൾ ടൗണിൽ പോയതിൻ്റെ വീഡിയോ, അങ്ങനെ 2 ദിവസത്തെ വീഡിയോ ഞാൻ മിക്സായിട്ടാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ അവിടെ നമ്മൾ വന്നിട്ട് നമ്മൾ ഒരു ഡേ ഫുള്ള് നമ്മളങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ആകെ ഞാൻ 2 ദിവസം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അവിടെ. അപ്പോൾ 2 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ ഭയങ്കര കാര്യങ്ങളും പിന്നെ പാചകവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ, പിന്നെ കുറച്ച് ഞാൻ പറഞ്ഞ പോലെ ടൗണിലൊക്കെ പോകണമായിരുന്നു. അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോസ് എടുക്കാൻ കുറേ അധികം സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് 2 ദിവസം ഞാനെടുത്ത വീഡിയോ ആണ് കേട്ടോ ഒരുമിച്ചിടുന്നത്. അപ്പോൾ ഞങ്ങൾ വന്നിട്ട് ഞാൻ രാവിലെ തുണിയൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു. തുണി കുറച്ച് കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 2 ദിവസം കഴിഞ്ഞ് പോകുന്നതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ തുണിയൊക്കെ കൂട്ടിയിട്ടാലും ശരിയാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തുണിയൊക്കെ കഴുകാനുണ്ടായിരുന്നു. അത് കഴുകി പിന്നെ മക്കളുടെ സ്കൂളിലെ ഷൂസ്, യൂണിഫോം ഷൂസ്, ബ്ലാക്ക് ഷൂ ആണ് കേട്ടോ. അപ്പം അതും നമ്മൾ നേരത്തെ ഷൂ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ വട്ടത്തെ. അപ്പം ഷൂവും ചെരുപ്പുകളും ഒക്കെ ഞാനാണെങ്കിൽ എല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി. അപ്പോൾ എല്ലാം മൊത്തം അഴുക്കും ചെളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കഴുകി വൃത്തിയാക്കി, തുണിയൊക്കെ കഴുകി, പിന്നെ അങ്ങനെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് വെച്ചു. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ ഇന്നലെ ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ രാവിലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ പണിയിലോട്ടായി. അപ്പോൾ ഞാൻ നമ്മുടെ സാലഡിനുള്ള കാര്യങ്ങളൊക്കെ അരിയാണ്, സവാളയും തക്കാളിപ്പഴം, പച്ചമുളക്, ക്യാരറ്റ്, അങ്ങനെ എല്ലാം സാലഡൊക്കെ റെഡിയാക്കി. അപ്പോഴത്തേക്ക് ചിക്കൻ കറിയും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അമ്മ കറി എല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജസ്റ്റ് അതൊന്ന് കുറുകി വന്നാൽ മാത്രം മതി ഇനി. പിന്നെ അന്നേരത്തേക്ക് നമ്മുടെ ഫ്രൈഡ് റൈസ് നമ്മളിതുപോലെ പുറത്താണ് കുക്ക് ചെയ്യുക. അപ്പോൾ അവിടത്തേക്ക് ഗ്രീൻ പീസല്ല, നമ്മുടെ ബീൻസും അതുപോലെ തന്നെ ക്യാരറ്റും അണ്ടിപ്പരിപ്പും മുന്തിരി എല്ലാം കൂടെ വറുത്ത് നെയ്യിൽ വറുത്തിട്ട് പിന്നെ നമ്മൾ റൈസ് വേവിച്ച് വെച്ച റൈസ് തട്ടിയിടാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് പട്ടയും ഗ്രാമ്പും ഏലക്കായും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ റൈസ് എല്ലാം കൂടി ഇട്ട് അത് വരട്ടെ. അപ്പോൾ കുറച്ച് മാത്രം നമുക്ക് വേണ്ടി, ഇപ്പോൾ കുട്ടികൾ വന്നില്ലെന്ന് വെച്ചിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കഴിച്ചപ്പോൾ പിന്നെ കുറേ ലേറ്റായേ. പിന്നെ ഞാൻ എൻ്റെ പപ്പടവും കൂടെ കാച്ചുകയാണ് കേട്ടോ. പപ്പടവും കൂടെ കാച്ചി ഇനി കുട്ടികൾക്ക് കൊടുക്കണം, പിന്നെ ഞങ്ങൾക്ക് കഴിക്കണം. അപ്പോൾ കുറച്ച് മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറേ ലേറ്റായിട്ടാണ് എഴുന്നേൽക്കുക കേട്ടോ. ഒന്നാമത് വെക്കേഷനും കൂടെ ആയിട്ട് നമ്മൾ ഒത്തിരി ലേറ്റായിട്ടാണ് എഴുന്നേൽക്കുക. അപ്പോൾ നമ്മൾ ലേറ്റായിട്ട് എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മുടെ അന്നത്തെ ഡേ ഫുള്ള് നമുക്ക് പെട്ടെന്ന് തീരുന്നത് പോലെ തോന്നും. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴാണെങ്കിൽ നമ്മൾ കുട്ടികൾ സ്കൂളിലൊക്കെ പോകുന്ന ടൈമിൽ നമ്മൾ രാവിലെ എഴുന്നേൽക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം പിന്നെ ഉള്ളതുപോലെ തോന്നും കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 10 മണി 10:30 ആകുമ്പോൾ എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ തന്നെ ഒരുപാട് സമയം ആവും. പിന്നെ ഉച്ചയ്ക്കെത്തത്, വൈകുന്നേരത്തെ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അത്രയും ടൈം ലേറ്റായിട്ടാണ് കേട്ടോ ആവുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികളും അച്ഛനും ഒക്കെ കഴിക്കുകയാണ്. അപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് അമ്മ പലാസ പാൻറ് തയ്ച്ചു തരാണ് കേട്ടോ. അപ്പോൾ അമ്മയാണ് ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് തരുന്നത് കേട്ടോ. അപ്പോൾ ചുരിദാറൊക്കെ തയ്ച്ചു തരും, അതുപോലെ തന്നെ ബ്ലൗസ്, പിന്നെ നമ്മുടെ ചുരിദാറിൻ്റെയൊക്കെ ഷേപ്പ് അടിക്കാനോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അമ്മ ചെയ്തു തരും കേട്ടോ. പിന്നെ അമ്മ പ്രോപ്പറായിട്ട് തയ്ക്കാത്തതിന് ചുമക്കിയ കാലത്ത് വയ്യാത്തതുകൊണ്ടാണ് അങ്ങനെ അമ്മ അങ്ങനെ തയ്യൽ അങ്ങനെ അതാവാത്തത്. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ചേച്ചിക്ക് ഇങ്ങനെ പലാസ പാൻറ് തയ്ച്ചു കൊടുത്തപ്പോൾ
അപ്പോൾ എനിക്ക് ഇതുപോലെ ഒരു 3-4 തയ്ച്ചു തന്നു കേട്ടോ. അപ്പോൾ ലച്ചോനും ചേച്ചിയുടെ മോക്കും ഒക്കെ തയ്ച്ചു കൊടുത്തു. അപ്പോൾ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായേ. നമ്മൾ പുറത്ത് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് നമ്മൾ വീട്ടിൽ ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന പോലെ തന്നെ നല്ലതായിട്ട് നമ്മൾ തയ്ച്ചു തന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇപ്പോൾ എല്ലാം തുണികളൊക്കെ കട്ട് ചെയ്ത് വെക്കുന്നേ ഉള്ളൂ. അപ്പോൾ തയ്ക്കുന്നത് നാളെ ആയിരിക്കും. അപ്പോൾ നാളെ ഞങ്ങളങ്ങ് തിരിച്ചു പോകും. അങ്ങനെ മക്കൾക്ക് എന്താ പറയുക, സ്കൂൾ തുറക്കുന്നത് ബുധനാഴ്ചയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നാളെ അങ്ങ് തിരിച്ചു പോകും. അങ്ങനെ അന്നേരത്തേക്ക് അമ്മ അതിൻ്റെ പാൻറ്റിന് വേണ്ടിയിട്ടുള്ള തുണിയൊക്കെ കട്ട് ചെയ്ത് വെക്കുകയാണ്. കട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഞങ്ങൾക്ക് ഇനി ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കഴിക്കാമെന്ന് വെച്ചിട്ടാണ്. പിന്നെ അപ്പോൾ ഞങ്ങൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പ്രേതം 2 ആണ് തോന്നുന്നു സിനിമ. അപ്പോൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളൊക്കെ സിനിമ കണ്ടുകൊണ്ടിരിപ്പുണ്ട്. അവർ ഫുഡ് കഴിച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ, ഇന്ന് രാവിലെ മഴ ഉണ്ടായിരുന്നു കേട്ടോ. അല്ലാണ്ട് മഴയൊന്നും അങ്ങനെ വലുതായിട്ട് പെയ്തിട്ടുണ്ടില്ല. പിന്നെ ഞങ്ങൾക്ക് കൊണ്ടുവന്ന കുറച്ച് ഡ്രസ്സ്, മക്കളുടെ ഡ്രസ്സ്, അത് എലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ പോയിട്ടുള്ള പാൻറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല പാൻറ്റുകളും ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ എലാസ്റ്റിക്കൊക്കെ അമ്മ വെച്ച് തരുന്നുണ്ട്. പിന്നെ ഈ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ പിറ്റേ ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഫുൾ ഡേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിറ്റേ ദിവസത്തെ വീഡിയോ കൂടെ ഞാൻ ആഡ് ചെയ്യാണ്. അപ്പോൾ ഞങ്ങൾ ടൗണിൽ പോകുന്നത് പിറ്റേ ദിവസമാണ് കേട്ടോ. ഞങ്ങൾ പോയിട്ടാണെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് പർച്ചേസ് ഉണ്ട്. നമുക്ക് കുട്ടികൾക്ക് ബാഗും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം. അപ്പോൾ ഞാൻ ഒരുങ്ങാനുള്ള സാധനങ്ങളൊക്കെ അങ്ങനെ കൊണ്ടുവന്നില്ല. എൻ്റെ ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഞാൻ മറന്നു. 2 ദിവസത്തേക്കല്ലെന്ന് വെച്ചിട്ട് ഞാനും അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ചേച്ചിയുടെ കയ്യിൽ കാണുമെന്ന് വെച്ചിട്ടാണ് ഞാൻ പിന്നെയും കൂളായത് കേട്ടോ. പിന്നെ അങ്ങനെ എന്താ, ഞാൻ ഗാർണിയറിൻ്റെ ക്രീമാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഗാർണിയറിൻ്റെ ക്രീം ഇപ്പോൾ അങ്ങനെ എല്ലാ ഷോപ്പിലൊന്നും കിട്ടാണ്ടായപ്പോൾ ഞാൻ എലമെൻസിൻ്റെ നമ്മുടെ വീടിനടുത്തൊരാളിങ്ങനെ നമ്മുടെ എലമെൻസിൻ്റെ പ്രോഡക്റ്റുകൾ ഇങ്ങനെ വിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ക്രീമാണ്. അപ്പോൾ ഒട്ടും സമയമില്ല, ഞങ്ങൾ പോകാൻ തന്നെ ഒരുപാട് ലേറ്റായി. അപ്പോൾ മക്കളെ ആരെയും കൊണ്ടുപോകുന്നില്ല, ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഒരുങ്ങണം. അപ്പോൾ അപ്പുറത്തെ മുറിയിൽ ചേച്ചി റെഡിയാവുന്നുണ്ട്. അപ്പോൾ ഞാൻ കണ്ണൊക്കെ ഒന്ന് എഴുതി കൊടുത്തു. പിന്നെ ഐലൈനർ ഞാൻ ചേച്ചിയുടെ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഒരുങ്ങുമ്പോൾ നമ്മുടെ ഒരു ലുക്ക് കംപ്ലീറ്റ് ആകാൻ വേണ്ടി എനിക്ക് നന്നായിട്ട് കണ്ണ് എഴുതുന്നതാണ് കേട്ടോ ഇഷ്ടം. അത് കുറച്ച് സമയം എടുത്തതിന് നന്നായിട്ട് താഴെയും മുകളിലൊക്കെ നന്നായിട്ട് കണ്ണ് എഴുതണം. അത് ചെറിയ വാലൊക്കെ ഇട്ട് അത് ഏട്ടനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ കണ്ണിങ്ങനെ എഴുതുന്നത്. പിന്നെ എൻ്റെ പിരികം ഒന്ന് ത്രെഡ് ചെയ്യണമെന്നുണ്ട്, കാരണം ഞാൻ ഒരുപാട് വളർന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ത്രെഡ് ചെയ്ത് നടക്കുമെന്ന് അറിയില്ല, പക്ഷേ പറ്റുമെങ്കിൽ ത്രെഡും കൂടെ ചെയ്യണം. പിന്നെ കുട്ടികളുടെ മുടി വെട്ടിക്കണം. അപ്പോൾ ഇന്ന് ഞങ്ങൾ കുട്ടികളുടെ മുടി വെട്ടിക്കാൻ പറ്റുമെങ്കിൽ പോകും, അല്ലെങ്കിൽ വന്നതിന് ശേഷം കുട്ടികളെ കൊണ്ടുപോകണമെന്ന് വെച്ചിരിക്കുന്നത്. നോക്കട്ടെ, സമയം ലേറ്റ് ആവുകയാണെങ്കിൽ ഇന്ന് നടക്കത്തില്ല. അപ്പോൾ ഞങ്ങൾ റെഡിയായി എല്ലാം നേരെ സ്കൂളിൽ വന്നു. അപ്പോൾ ഇവർ നേരത്തെ പഠിച്ചുകൊണ്ടിരുന്ന സ്കൂളാണ് കേട്ടത്. അപ്പോൾ ഞാൻ മക്കളെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സ്കൂളിലാണ് ഇപ്പോൾ ചേർക്കുന്നത്. അപ്പോൾ ഇനിയുള്ള വീഡിയോസ് എല്ലാം ഞാൻ അവിടെ ആയിരിക്കും. പിന്നെ ഇവിടെയും വരും കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ സ്കൂൾ നമുക്ക് അത്രയും അടുത്തായതുകൊണ്ട് നമ്മൾ പിന്നെ അവിടെ നിൽക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞങ്ങൾ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സിനോടൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി. അപ്പോൾ സ്കൂളിൻ്റെ പണി നടക്കുന്നതേ ഉള്ളൂ. പണിയെന്ന് വെച്ചാൽ അവിടെ ഫുൾ പെയിൻറ്റിങ് ആണ്, സ്പ്രേ പെയിൻറ്റിങ് ഫുൾ പെയിൻറ്റിങ് ആണ് കേട്ടോ. പടങ്ങളൊക്കെ വരച്ച് അങ്ങനെ ഒരുപാട് പണികൾ ഇപ്പം നടക്കുന്നുണ്ട്. അപ്പോൾ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ സ്കൂളിൽ നിന്ന് നേരെ ഒരു ഓട്ടോയിൽ നമ്മുടെ ബാഗൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയേ. അപ്പോൾ ബാഗ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ മാർക്കറ്റ് ജംഗ്ഷൻ്റെ അവിടെ ഓരോ ഷോപ്പിലാണ് കേട്ടോ പോയത്. അവിടെ സൂപ്പർ കളക്ഷൻസ് ഉണ്ട് കേട്ടോ, കുട്ടികൾക്കും അതുപോലെ തന്നെ നമ്മുടെ വലിയവർക്കും ഒക്കെ ആയിട്ടുള്ള ബാഗ് കളക്ഷൻസ് ഒരുപാടുണ്ട്. അപ്പോൾ നല്ല നല്ല ബാഗുണ്ട് കേട്ടോ. ഈ ഒരു ബാഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 1000 സംതിങ് എങ്ങാണ്ടാണ്. പിന്നെ ഞങ്ങളല്ലാണ്ട് പ്രിൻറ്റഡ് ബാഗ്സ്, നമുക്ക് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ബെൻറ്റൻ അങ്ങനെയുള്ള പ്രിൻറ്റഡ് ബാഗുകൾ നമ്മൾ നോക്കി. അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു 3 ഞങ്ങൾ സെലക്ട് ചെയ്തു. അപ്പോൾ അവിടുത്തെ കളക്ഷൻസാണ് കേട്ടോ, ചെരുപ്പുകളും ബാഗുകളൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. നമുക്ക് റീസണബിൾ റേറ്റിൽ നമുക്ക് സാധാരണക്കാർക്കൊക്കെ പറ്റിയ വില കുറഞ്ഞ രീതിയിലൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഒരുപാട് വില കുറഞ്ഞ് എടുക്കുമ്പോൾ അതിൻ്റെ ക്വാളിറ്റിയും അതുപോലെ കുറഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ബാഗുകളൊക്കെ സെലക്ട് ചെയ്യാമായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു 3 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ സെലക്ട് ചെയ്ത് മാറ്റി വെച്ചു കേട്ടോ. പിന്നെ മോൾക്ക് എടുത്ത ബാഗെന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ. ഈ ഒരു പിങ്ക് കളർ ബാഗാണ്. അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് അത്യാവശ്യം ടെക്സ്റ്റും അതുപോലെ തന്നെ ബുക്കുകളൊക്കെ ഇപ്പം ഓരോ ക്ലാസ് കഴിയുന്തോറും അവർക്ക് ടെക്സ്റ്റും ബുക്കിൻ്റെയൊക്കെ എണ്ണം കൂടി വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ബാഗാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കിത് മൂത്ത ആൾക്കെടുത്ത ബാഗാണ്, മോൻ എടുത്തതാണ്. പിന്നെ ഇളയാൾക്കെടുത്ത ബാഗ് ഇത്. പക്ഷേ ഇതിൻ്റെ കളർ കുറച്ച് ഡള്ളാണ്, എങ്കിലും ഇതേ ഉണ്ടായിരുന്നുള്ളൂ ഉള്ളതിൽ നല്ലതായിട്ട്. പിന്നെ ഞങ്ങൾ ബാഗ് സെലക്ട് ചെയ്തിട്ട് നമ്മുടെ പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ.
നമുക്ക് എന്താ പറയുക, നല്ലൊരു പേഴ്സ് എനിക്ക് വാങ്ങിക്കണം എന്ന് ആഗ്രഹമുണ്ട്. നല്ലൊരു കളറാണ്, ഒരു ലൈറ്റ് ബ്ലൂ കളറായിരുന്നു അത്. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. പിന്നെ എന്താ, അതിന് 300 സംതിങ് എങ്ങാണ്ടാണ് റേറ്റ് വന്നിട്ടുള്ളത്. പിന്നെ അതിൽ കുറഞ്ഞതും ഒക്കെ ഉണ്ട്. പിന്നെ പറഞ്ഞതുപോലെ എന്താ, നമുക്ക് ഡെയിലി യൂസിനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എനിക്കൊരെണ്ണം വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. അപ്പം അത് ഇനി ഒരു ദിവസം വാങ്ങിക്കാമെന്ന് വെച്ച് ഞങ്ങളതവിടെ വെച്ചു. പിന്നെ മോൾക്ക് സ്കൂളിലെ യൂണിഫോം ഷൂസ് വാങ്ങിക്കണം, ബ്ലാക്ക് കളറാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഷൂസ് മോൾക്ക് എടുത്തു. പിന്നെ ഞങ്ങൾ നേരെ വാട്ടർ ബോട്ടിൽ ഒക്കെ വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വാട്ടർ ബോട്ടിൽ സ്റ്റീലിൻ്റെയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പ്ലാസ്റ്റിക് ടൈപ്പ് വേണ്ടാന്ന് വെച്ചു. പിന്നെ അല്ലാണ്ട് ഞാൻ നേരത്തെ എടുത്തൊരു ബോട്ടിലെന്ന് വെച്ചാൽ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ട്രാവൽ, ലച്ചുവിനെ കൊണ്ടൊക്കെ ട്രാവൽ ചെയ്യാൻ പോകുമ്പോൾ അത്യാവശ്യം നല്ലതാണ്. അതിനകത്ത് ഗ്ലാസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ബില്ലടിച്ചപ്പോൾ ഞാൻ കൊടുത്തതാണ്, പക്ഷേ ബില്ലടിച്ചപ്പോൾ അവർ മറന്നു എന്ന് തോന്നുന്നു, അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരു 3 മണിയോളം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒന്നും കഴിക്കാണ്ടാണ് വന്നത്. പിന്നെ ഞങ്ങളൊരു കടയിൽ കയറി ലെമൺ ജ്യൂസ് കുടിച്ചു. ലെമൺ ജ്യൂസ് അത്യാവശ്യം നല്ല മധുരമൊക്കെയുള്ള നല്ലൊരു ലെമൺ ജ്യൂസായിരുന്നു കേട്ടോ. അപ്പോൾ അതെങ്ങനെ, എനിക്കൊന്നും ലെമണിൻ്റെ ആ സ്കിന്നൊക്കെ അതിലിട്ടിട്ടാണ് തോന്നുന്നു അവർ മിക്സിയിൽ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഫ്ലേവറും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ അവിടുന്ന് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് ചോറ് കഴിക്കാൻ പോവുകയാണ്. കുട്ടികൾക്ക് ബാഗെല്ലാം കൊടുത്തു, അവർക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്നിട്ട് ചോറ് കഴിക്കാൻ പോകണം. അപ്പോൾ ചേച്ചി ചോറൊക്കെ 2 പേർക്കും എടുത്തിട്ടുണ്ട്. നല്ല രീതിക്ക് വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മോര് കറിയും പിന്നെ എന്താ പറയുന്നത്, ചക്കപ്പൂനും ചക്കക്കുരുവും കൂടെ തോരൻ വെച്ചതാണ് കേട്ടോ. നമ്മൾ മസാലയൊക്കെ ഇട്ട് ഇറച്ചിത്തോരൻ പോലെ വെച്ചതാണ്. അപ്പോൾ ഞങ്ങൾ അതിരുന്ന് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇത്ര കൊച്ചു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.